എന്ത് എന്റെ മുടി എല്ലാം അങ്ങ് പോയി. എടി അവൻ ഇന്നലെ കേറി വന്നത് എത്ര മണിക്കാ? പാതിരാത്രി ആയില്ലേ? നീ ഇനിയെങ്കിലും അവനെ ഒന്ന് നിയന്ത്രിച്ച് കൊണ്ടുവരണം. അതെന്തിനാ? അതിനുള്ള കഴിവും ചുണയും വേണം. പക്ഷെ നിനക്ക് അതിനുള്ള കഴിവില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായി. ഞാൻ ആദ്യമൊക്കെ പറയായിരുന്നു. അന്നേരം പറഞ്ഞു പണ്ട് മുതലേ ഇങ്ങനാ. അന്നേരം ഇങ്ങനെ കേറി വരുമ്പോ വീട്ടിൽ ആരും ഒന്നും പറയത്തില്ല. അപ്പൊ പിന്നെ ഇതിപ്പോ അങ്ങ് ശീലമായിരുന്നു. പിന്നെ ഞാൻ ഒന്നും പറയാനൊന്നും പോയിട്ടില്ല. അവനെ പറഞ്ഞ് നിയന്ത്രിക്കണമെങ്കിലേ ഒരു ചുണയും മിടുക്കും ഒക്കെ വേണം. നിനക്ക് അതിനുള്ള കഴിവില്ല. വേറെ വല്ല പെങ്കൊച്ചുങ്ങളുമായിരുന്നെങ്കിൽ എന്നേ അവനെ നിയന്ത്രിച്ച് ചൊവ്വ നേരെ കൊണ്ടുവന്നേനെയായിരുന്നു. ഞാൻ എന്തേലും പറയുമ്പോ പറയുന്നതേ എന്റെ അച്ഛനും അമ്മ ഇതുവരെ എന്നെ നിയന്ത്രിക്കാൻ വന്നിട്ടില്ല. ഞാനായിട്ട് അവർക്ക് ഒരു ദോഷം ഉണ്ടാക്കിയിട്ടില്ല. ഇനി എന്തെങ്കിലും ദോഷം ഉണ്ടാക്കുമ്പോ എന്നെ നിയന്ത്രിച്ചാൽ മതി എന്നാ പറയുന്നത്. പിന്നെ അങ്ങേര് നേരത്തും കാലത്തും വീട്ടിൽ കയറണമെന്ന് എനിക്ക് തോന്നുന്ന സമയത്തെ അങ്ങേര് വീട്ടിൽ കാണും കേട്ടോ. അന്നേരം അമ്മ എന്റെ കഴിവിന് മാർക്ക് ഇട്ടാൽ മതി. ഞാനായിട്ടൊന്നും പറയുന്നില്ല. നിനക്ക് വേണമെങ്കിൽ നീ അവനെ പറഞ്ഞ് നിയന്ത്രിച്ച് ശരിയാക്കി എടുത്തോണം. ഞാനായിട്ടൊന്നും പറയാനും വരുന്നില്ല, ഒന്നും എടുക്കാനും വരുന്നില്ല. അത് കൊള്ളാല്ലേ. ഞാനിവിടെ വന്നതിന് ശേഷം മോനുണ്ടായ പുതിയ ശീലമാണോ ഇത്? 10-28 വയസ്സ് വരെ വളർത്തി വലുതാക്കി ഓരോ ശീലങ്ങൾ പഠിപ്പിച്ച് വെച്ചിട്ട് ഇന്നലെ കയറി വന്ന എന്റെ കഴിവുകേടായോ ഇത്? എന്റെ കഴിവുകേടിന് അമ്മ മാർക്കിടാൻ വരണ്ട കേട്ടോ. 10-30 വയസ്സ് കഴിഞ്ഞില്ലേ അങ്ങേർക്ക് ശരിയും തെറ്റും ഒക്കെ തിരിച്ചറിയാനായി. പിന്നെ കുടിച്ച് കൂത്താടി നടക്കുമൊന്നും അല്ലല്ലോ കൂട്ടുകാരുമൊത്ത്. അവര് കൂട്ടുകാരുമൊത്ത് ഇരുന്ന് വർത്താനം ഒക്കെ പറഞ്ഞ് ക്യാരംസ് ഒക്കെ കളിച്ചിരുന്ന് പോകുമ്പോൾ സമയം പോകുന്ന അറിയത്തില്ല. എനിക്കതിന് ഒരു കുഴപ്പവും ഇല്ല. പിന്നെ അമ്മയ്ക്ക് നേരത്തെ മോനെ വീട്ടിൽ കയറ്റണമെങ്കിൽ അമ്മ അങ്ങോട്ട് പറ. ഇതേ എന്നെ മുൻനിർത്തി അമ്മയ്ക്ക് കളിക്കണം. എന്നിട്ട് എന്നെ ഒരു മൂരാച്ചി ഭാര്യയാക്കണം. എന്നിട്ട് അമ്മയ്ക്ക് പിറകെ ഇന്ന് കളി കണ്ട് രസിക്കണം. അതിവിടെ ചെലവാകത്തില്ല. വേണമെങ്കിൽ മോനെ നേരത്തെ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ അമ്മ അങ്ങോട്ട് ചെന്ന് പറ.